ഉപനിഷത്തുകളാകുന്ന ദേവിമാർ അമ്മ ശ്രീ ലളിതാ ത്രിപുരസുന്ദരീ ദേവിയെ നമസ്കരിക്കുന്നു. അവരുടെ തലമുടി വകഞ്ഞ് നടുവിലായി കാണുന്ന രേഖയിൽ അമ്മയുടെ പാദത്തിലെ പൊടി പതിയുകയും അവ സുമംഗലികൾ ധരിക്കുന്ന സീമന്തരേഖയിലെ കുങ്കുമം പോലെ ശോഭിക്കുകയും ചെയ്യുന്നു. ശ്രുതി സീമന്ത സിന്ദൂരീകൃതപാദാബ്ജധൂളിക എന്ന മന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഇത്. അമ്മയുടെ പാദങ്ങളിൽ ശിരസ്സു തൊടാൻ പാകത്തിന് ശ്രുതികളാകുന്ന ദേവിമാർ നമസ്കരിക്കുമ്പോൾ അമ്മയുടെ പാദത്തിൽ പറ്റിയിരിക്കുന്ന പൊടി അവരുടെ സീമന്തരേഖയിൽ പറ്റുന്നു. അത് അവർക്ക് സിന്ദൂരമണിഞ്ഞതുപോലെ സൗഭാഗ്യകരമാവുകയും ചെയ്യുന്നു. വേദങ്ങളുടെ മൂർധാവിൽ അമ്മയുടെ പാദത്തിലെ പൊടി അല്പം മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ രൂപം വേദങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉപനിഷത്തുകളാകുന്ന ദേവിമാരുടെ സീമന്തരേഖയിൽ സിന്ദൂരമാക്കപ്പെട്ട പാദരേണുക്കളോടുകൂടിയ ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. എൻ്റെ അമ്മേ ദേവി, വേദത്തിൻ്റെ ശിരസ്സുകളാകുന്ന ഉപനിഷത്തുകൾ ഏതൊരമ്മയുടെ പാദത്തിലെ പൊടിയാണോ ശിരസിനലങ്കാരമായി ധരിക്കുന്നത്, ആ പാദപത്മങ്ങൾ എൻ്റെ ശിരസിലും ദയാപൂർവം വച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്കും ജപിക്കാം. ഓം ശ്രുതിസീമന്തസിന്ദൂരീകൃതപാദാബ്ജധൂളികായൈ നമഃ. ഓം